ഹലോ, വെൽക്കം ടു സുജാസ് കിച്ചൺ. ഇന്ന് ഞാൻ എനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് വന്നിട്ടുള്ള ഒരു ഡയറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിപ്പോൾ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടും ബാക്കിയൊന്നുമല്ല. എനിക്ക് കൊളസ്ട്രോൾ ഭയങ്കര കൂടുതലുണ്ടായിരുന്നു. അത് പാരമ്പര്യമായിട്ട് വന്നതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കുറച്ച് നല്ല ചെറുപ്പത്തിൽ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഒരു 1.5 മാസമൊക്കെ കൂടുമ്പോൾ ഭയങ്കര തലവേദന വന്ന് പിന്നെ ഡോക്ടറെ കാണിച്ച് എപ്പോഴും ഒരു 20 mgയുടെയൊക്കെ കൊളസ്ട്രോളിൻ്റെ ടാബ്ലറ്റ് എടുത്തിരുന്ന ആളാണ് ഞാൻ. അത് കഴിഞ്ഞ് ഒരു 15 ദിവസം ഗുളിക കഴിക്കുമ്പോൾ നോർമലാവും, വീണ്ടും ടാബ്ലറ്റ് കുറയ്ക്കും, അങ്ങനെയായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരുപാട് അധ്വാനമുള്ള ജോലികളൊന്നും ചെയ്യണ ആളല്ല. അപ്പോൾ അത്രയും വളരെ കുറഞ്ഞ അളവിലുള്ള ഫുഡ് നിങ്ങൾക്ക് ആവശ്യമുള്ളൂ എന്ന്. അങ്ങനെ ഇപ്പം നമ്മൾ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പുറത്തുനിന്നുള്ള ഫുഡ് കട്ട് ചെയ്തു. വല്ലപ്പോഴും ഒരു ഫുഡ് എന്തെങ്കിലും വാങ്ങി കഴിച്ചാലായി എന്നല്ലാതെ ഹോട്ടൽ ഫുഡ് ഏകദേശം ഒഴിവാക്കി. അതുപോലെ വറുത്തത്, പൊരിച്ചത്, അങ്ങനത്തെ എണ്ണ പലഹാരങ്ങളെല്ലാം തന്നെ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നത് ഒഴിവാക്കി. പക്ഷെ ഞാൻ എല്ലാ സാധനങ്ങളും അത്യാവശ്യം വീട്ടിൽ വടയായാലും ഉഴുന്നുവട, പരിപ്പുവട എല്ലാം തന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കഴിക്കാറുണ്ട്. പുറത്തുനിന്നുള്ള അങ്ങനത്തെ ഐറ്റംസൊന്നും, എണ്ണ പലഹാരങ്ങളൊന്നും തന്നെ വാങ്ങി കഴിക്കാറില്ല. അതോടൊപ്പം തന്നെ ഉച്ചയ്ക്കുള്ള ചോറ് ഒഴിവാക്കി. ആഴ്ചയിൽ 2 ദിവസമാണ് ഉച്ചയ്ക്ക് ചോറ് ഉണ്ണാറുള്ളൂ. ബാക്കി ദിവസങ്ങളിൽ 2 ചപ്പാത്തിയാണ് കഴിക്കുക. എന്തെങ്കിലും വെജിറ്റബിൾ കറി, അല്ലെങ്കിൽ മുട്ടക്കറി, അല്ലെങ്കിൽ ചിക്കൻ, അങ്ങനെ എല്ലാം കഴിക്കാറുണ്ട്. അങ്ങനെ ഇന്നതെന്നുള്ള റെസ്ട്രിക്ഷനൊന്നുമില്ല. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള നെയ്യ്, അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. വീട്ടിൽ തന്നെ നെയ്യ് ഉണ്ടാക്കിയിട്ട് അതാണ് ചപ്പാത്തിക്ക് യൂസ് ചെയ്യാറ്. അതുപോലെ വെളിച്ചെണ്ണ ഞങ്ങളുടെ തന്നെ ഒരു ഫ്രണ്ട് വീട്ടിലുണ്ടാക്കി തരുന്ന വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അതുപോലെ രാത്രി കുറച്ച് കഞ്ഞിയാണ്, കഞ്ഞിയുടെ കൂടെ ഉപ്പേരി അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഐറ്റം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കഴിക്കാറ്. രാവിലെ എല്ലാ ദിവസവും മാറി മാറി എന്തെങ്കിലും ഉണ്ടാക്കും. അപ്പോൾ അതും അരി ഭക്ഷണം വളരെ കുറവാണ്. ആഴ്ചയിൽ ഒരു 2-3 ദിവസം മാത്രമാണ് നമ്മൾ അരി ഭക്ഷണം എന്തെങ്കിലും കഴിക്കുക. അല്ലാത്ത ദിവസം ഇപ്പോൾ പൂരി, ഉപ്പുമാവ് അങ്ങനെയുള്ളതൊക്കെ മാറി മാറി കഴിക്കും. അപ്പോൾ ഒരു ചിലപ്പോൾ 4 ദിവസമൊക്കെ അരി ഭക്ഷണം എന്തെങ്കിലും രാവിലെ കഴിക്കും. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ വേറെ എന്തെങ്കിലും ഗോതമ്പോ റവയോ മില്ലറ്റോ അങ്ങനെ കഴിക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ ഒരു 6 മാസമായിട്ട് ഇങ്ങനെ ഒരു കൊളസ്ട്രോൾ തന്നെ, അതിൽ തന്നെ ട്രൈഗ്ലിസറൈഡായിരുന്നു കൂടുതൽ. അത് കൂടിയിട്ടുള്ള ഒരു ഇഷ്യൂ എനിക്ക് പിന്നെ ഒരു 6 മാസത്തോളമായിട്ട് വന്നിട്ടില്ല. അതുപോലെ പിക്കിൾസ് അങ്ങനത്തെയൊക്കെ പുറത്തുനിന്നുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ ഒഴിവാക്കിയപ്പോഴാണ് അങ്ങനത്തെ ഇഷ്യൂസ് എല്ലാം എൻ്റെ അനുഭവത്തിൽ എനിക്ക് കുറഞ്ഞത്. അപ്പോൾ അതിൽ തന്നെ മെയിനായിട്ട് എനിക്ക് തോന്നിയത് ഈ അരിഭക്ഷണം കുറച്ചപ്പോഴാണ്. അരിഭക്ഷണം പറഞ്ഞാൽ ചോറ് ഒഴിവാക്കിയപ്പോഴാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലൊരു റിസൾട്ട് വന്നത്. അപ്പോൾ പുറത്തുനിന്നുള്ള ഭക്ഷണം നമ്മൾ എത്ര നല്ല ഹോട്ടലാണ് അല്ലെങ്കിൽ വേറെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അതിലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഞാൻ എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു ശരീരപ്രകൃതി അനുസരിച്ച് എനിക്കത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ എണ്ണപ്പലഹാരം നമുക്ക് ആലോചിച്ചാൽ അറിയാം. ഒരു തവണ ഉണ്ടാക്കിയ എണ്ണ അവർ ഇത്രയും ബൾക്ക് ക്വാണ്ടിറ്റി എണ്ണ ഒരാൾ കളയുമോ? നമ്മളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അറിയാം. അതുപോലെ നമ്മൾ വീട്ടിലൊരു വടയോ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി നോക്കൂ, അതിലൊരിക്കലും എണ്ണ പിടിക്കില്ല. പക്ഷെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നമ്മളൊന്നിങ്ങനെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് എണ്ണ പുറത്തേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെ കഴിക്കാൻ ശ്രമിക്കുക. ഇടയ്ക്ക് വല്ലപ്പോഴും ഇപ്പോൾ പുറത്തുനിന്നുള്ളത് കഴിക്കണ്ട എന്നുള്ളതല്ല, പക്ഷെ അത് സ്ഥിരമായി കഴിക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് വന്നില്ലെങ്കിലും പതുക്കെ വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഞാനിത് പറഞ്ഞത് എൻ്റെ ഒരു അനുഭവം പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ എല്ലാവർക്കും ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നോളണമെന്നൊന്നുമില്ല.
അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ബൈ.